നിലമ്പൂർ അല്ലെ? നിലമ്പൂരിൽ മുന്നണികൾ അങ്ങനെ കളം നിറയുകയാണ്. അപ്പോൾ എടക്കര, കരുളായി പഞ്ചായത്തുകളിലാണ് ഇന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണം. മൂത്തേടം പഞ്ചായത്തിലാണ് M സ്വരാജിന്റെ പര്യടനം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിന്റെ ചിഹ്നം ഇന്നറിയാം. NDA കൺവെൻഷനിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിലമ്പൂരിലെത്തും. അപ്പോൾ നിലമ്പൂർ അങ്ങനെ ചൂടായി വരികയാണല്ലേ? അതെ, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഇതിപ്പോൾ UDF ക്യാമ്പിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്? കളം നിറയുകയാണ് സ്ഥാനാർത്ഥികളല്ലേ? ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് വെങ്കി. തീർച്ചയായും നിങ്ങൾ പറഞ്ഞതുപോലെ നിലമ്പൂർ ആ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ സജ്ജതയിലേക്ക് നിലമ്പൂർ മണ്ഡലം കടന്നു കഴിഞ്ഞു. അതിൻ്റെതായ ഒരു ഫൈറ്റ്, ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുണ്ട്, മുന്നണികൾ തമ്മിലുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എല്ലാവരും എന്തായാലും പൂർണ്ണമായി കളത്തിലുണ്ട് എന്ന് തന്നെ പറയാം. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലെ ചൂടല്ല ഇപ്പോൾ, കാരണം വിഷയങ്ങൾ ഓരോ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നേതാക്കളുടെ വായിൽ നിന്നും പ്രസംഗത്തിൽ എന്തെങ്കിലും ഒന്ന് വീഴുമോ എന്ന് കാത്തിരിക്കുകയാണ് മറുമുന്നണികൾ. അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് മുന്നണികൾ. അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്തായാലും നിലമ്പൂരിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നെന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ, പല മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഒക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ഇന്നാണ് വരാനുള്ളത്. റോഷ്നി, ഈ സ്വരാജിന്റെ പര്യടനം ഇന്ന് എങ്ങനെയാണ് അലി? മാത്രമല്ല മുഖ്യമന്ത്രിയൊക്കെ എന്നാണ് ഇനി മണ്ഡലത്തിലേക്ക് എത്തുന്നത്? വെങ്കി പറഞ്ഞതുപോലെ M സ്വരാജിന്റെ പര്യടനം ഇന്ന് മൂത്തേടം പഞ്ചായത്തിലാണ്. ഇന്നലത്തെ പര്യടനത്തിലുടനീളം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനമായും LDFനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ് കിട്ടിയ പ്രധാന ആയുധമായി മാറിയിരിക്കുകയാണ് KC വേണുഗോപാലിന്റെ വായിൽ നിന്ന് വീണ ഈ കൈക്കൂലി എന്ന് പറയുന്ന വാക്ക്. അതായത് ഈ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാക്കി മാറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM എന്ന നിലയിലുള്ള പരാമർശം KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ പ്രസംഗത്തിലാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ മാപ്പ് പറയണം, വോട്ടർമാരെ അപമാനിക്കുന്ന പരാമർശം നടത്തിയ KC വേണുഗോപാൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നിലമ്പൂരിന്റെ മണ്ണിൽ നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെയാണെങ്കിലും സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെതിരെ ഉണ്ടാകുന്നത്. പിന്നീട് KCയെ പിന്തുണച്ചുകൊണ്ട് VD സതീശൻ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. VD സതീശനെ വിമർശിച്ചുകൊണ്ട് CPMന്റെ നേതാക്കൾ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, അതുപോലെ വീണ്ടും സ്ഥാനാർത്ഥി M സ്വരാജ്, അങ്ങനെ രംഗത്തെത്തുന്ന സാഹചര്യവും ഈ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഇന്നത്തെ ദിവസവും ആ ചർച്ചയ്ക്ക് ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പെൻഷൻ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അത് വിട്ടുകളയാൻ എന്തായാലും LDF ഉദ്ദേശിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിലും, ഇന്നും നാളെയുമായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈ വോട്ടർമാരെ കാണുമ്പോൾ, പെൻഷൻ വാങ്ങുന്ന വോട്ടർമാരെ കാണുമ്പോൾ UDFന്റെ ഭാഗത്തുനിന്നുണ്ടായി ഈ പരാമർശം, KCയുടെ ഭാഗത്തുനിന്നുണ്ടായി പരാമർശം, അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രധാന രാഷ്ട്രീയ പ്രചാരണം LDF നടത്തുന്നത്. KC വേണുഗോപാലിന്റെ ഈ പരാമർശം എന്തായാലും UDFന് നിലമ്പൂർ മണ്ഡലത്തിൽ വലിയ തിരിച്ചടി നൽകും എന്നുള്ളതാണ് KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞത്. അത് തന്നെയാണ് LDF ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാന രാഷ്ട്രീയ ആയുധവും. എങ്കിൽ ഈ NDA സംബന്ധിച്ച് കൺവെൻഷനിലേക്ക് കടക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇന്ന് നിലമ്പൂരിൽ എത്തുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ ക്യാമ്പിന്റെ ഒരുക്കങ്ങളും ഒക്കെ? റോഷ്നി, സ്വാഭാവികമാണ് ആദ്യഘട്ടത്തിൽ NDA സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ആശങ്കകൾ, സംശയങ്ങളൊക്കെ നിൽക്കുന്നതും പിന്നീടാണ് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായി വരികയൊക്കെ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ആ ഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ്. ഇന്ന് NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഇന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പ്രചാരണത്തിനായി സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. വൈകിട്ടോടു കൂടിയാണ് പരിപാടി. സ്വാഭാവികമായും സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഗംഭീരമായ ഒരു ആൾക്കൂട്ടത്തെ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NDA ക്യാമ്പ് ഉള്ളത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നുമെല്ലാം പരമാവധി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ NDAയെ സംബന്ധിച്ചിടത്തോളമുള്ള തയ്യാറെടുപ്പ് വളരെ സജ്ജമാണ്. കാരണം NDAയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് വിദൂര സാധ്യത മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത അവർ പോലും കണക്കാക്കുന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു അവസരം എന്ന നിലയിലാണ് ഇന്ന് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന പരിപാടിയെ NDA ക്യാമ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ സജ്ജമാക്കാനുള്ള ശ്രമമാണ് NDA ക്യാമ്പ് ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്നലെ നമുക്കറിയാം NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വളരെ പ്രധാനമായി
പ്രധാനമായും കാണാൻ പോയത് മറ്റ് LDF UDF സ്ഥാനാർത്ഥികൾ സാധാരണക്കാരായ വോട്ടർമാരെ കാണുമ്പോൾ ഇന്നലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കാണാൻ പോയത് മണ്ഡലത്തിലെ കീ വോട്ടർമാരെയാണ്. പ്രധാനമായും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ കാണുക എന്നതായിരുന്നു ഇന്നലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അദ്ദേഹം അതിനുശേഷം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടാണ് NDAക്ക് ലഭിക്കുന്നത്. ഇത് വോട്ടായി മാറുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ട് എന്ന നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ നടത്തിയത്. എന്തായാലും ഇന്നത്തെ ദിവസം NDAയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സ്വാഭാവികമായും സുരേഷ് ഗോപി എത്തുന്നതോടുകൂടി വലിയൊരു ക്രൗഡ് NDAയുമായി ബന്ധപ്പെട്ടൊരു വലിയ ക്രൗഡ് ഇങ്ങോട്ട് ഇരച്ചെത്താനുള്ള സാധ്യത കൂടി നമ്മൾ കണക്കാക്കുന്നുണ്ട്. റോഷ്നി, മാത്രമല്ല ഈ PV അൻവറിന്റെ ചിഹ്നം, ആ ചിഹ്നം എന്തായിരിക്കും എന്നുള്ളത് ഇന്നറിയാം. റോഷ്നി, തീർച്ചയായും അൻവർ ഓരോ ദിവസവും ഓരോ മുഖവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ, പ്രചാരണം തുടങ്ങിയ ഘട്ടത്തിൽ അൻവറിന്റെ മുഖം എന്തായിരുന്നു, അത് ഓരോ ദിവസവും എന്തെന്ത് മാറ്റങ്ങൾ വന്നു, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നെല്ലാം നമ്മളിങ്ങനെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്താകും ചിഹ്നം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അൻവർ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ തനിക്ക് പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൽ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ രണ്ട് മുന്നണികളിൽ നിന്നും മാറി മാറി വരാൻ സാധ്യതയുള്ള 50,000-ലധികമുള്ള വോട്ടുകൾ അത് തനിക്ക് കിട്ടുമെന്നതാണ് അൻവറിന്റെ ആത്മവിശ്വാസം. അതിനപ്പുറത്തേക്ക് LDFന്റെയും അതുപോലെ UDFന്റെയും പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി അതിൽ നിന്നും ഒരു 25,000 വോട്ട് കൂടി തനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതുമാണ് അൻവറിന്റെ ആത്മവിശ്വാസം. ആദ്യഘട്ടത്തിൽ LDFനും UDFനും താൻ തലവേദനയാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ തെരഞ്ഞെടുപ്പിനെത്തുന്നത്. പിന്നീട് LDFനും തലവേദനയല്ല, UDFനും തലവേദനയല്ല അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മുന്നണികളും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികളും തള്ളിപ്പറഞ്ഞെങ്കിലും അൻവറിന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അൻവറിന്റെ ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടാകും. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രതികരണവും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവർ എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഷ്നി, യെസ്, എന്തായാലും നിലമ്പൂർ അങ്ങനെ കടുത്ത തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അൻവറിന്റെ ചിഹ്നം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അൻവറും ഇനി പര്യടനങ്ങൾ തുടങ്ങും. അതെ, കളം നിറയുകയാണ് മൊത്തത്തിൽ നിലമ്പൂർ അങ്ങനെ.